അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ശരിക്കും ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ അധികം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം മെയ് മാസം മുതൽ ഞാൻ റെഗുലറായിട്ട് വീണ്ടും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഇടാതെ ഞാൻ വീട്ടിൽ കുറച്ച് സ്പെൻഡ് ചെയ്യുമായിരുന്നു ടൈമൊക്കെ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ടൈമുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ട് അത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ശരിക്കും അതിനുവേണ്ടി നമ്മൾ ടൈം കണ്ടെത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം കുറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ മെയ് മാസം മുതൽ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങും. ഏപ്രിലൊക്കെ ഞങ്ങൾ കുറച്ച് അധികം പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റർ വിഷു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വേറെ ഓരോരോ പരിപാടികൾ ഇങ്ങനെ ബുക്ക് ചെയ്ത് അതിൻ്റെ പുറകെ പോകുമായിരുന്നു. പിന്നെ യൂട്യൂബ് ഞാൻ അങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചില്ല. ഏപ്രിൽ അധികം വീഡിയോ ഇട്ടില്ല. ശ്രദ്ധിച്ചില്ലെന്നല്ല, അധികം വീഡിയോ ഇട്ടില്ല. അപ്പോൾ കുറേ ടൈം എനിക്ക് അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ റീൽസ് എന്തായാലും ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി മെയ് മാസം മുതൽ നമ്മൾ എന്തായാലും റെഗുലറായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങും. അപ്പം ഞങ്ങൾ പോയ ഒരു ട്രിപ്പിൻ്റെ ഒരു വീഡിയോ കൂടെ ഇനി പെൻഡിങ് ഉണ്ട്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോ കൂടെ ഇനി വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു നല്ലൊരു ഡേ ആണ്. നോക്കി, നല്ല കിട്ടിലം ഡേ ആണ്. അപ്പം ഞങ്ങൾ സമ്മറല്ല, ഇത് സ്പ്രിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം സ്പ്രിങ്ങിലെ ഫസ്റ്റ് പുല്ല് വെട്ടുകയാണ്. അപ്പം പുല്ല് വെട്ടുന്ന ഞങ്ങൾ ഏകദേശം പുല്ല് വെട്ടി സ്റ്റോപ്പ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒക്ടോബറിലായിരുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 5 മാസം ഞങ്ങൾക്ക് വെട്ടേണ്ടി വന്നില്ല. മാർച്ച്, ഏപ്രിൽ 6 മാസം. ഇതിപ്പോൾ മെയ് ആണ്. അപ്പോൾ 6 മാസം നമുക്ക് വെട്ടേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വെയിൽ വന്നു തുടങ്ങി. അപ്പോൾ വെയിൽ വന്നു തുടങ്ങി, അതുപോലെ ഇത് വളർന്നു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ റെഗുലറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഒരു 6 മാസം. അത് കഴിഞ്ഞ് വീണ്ടും ഒക്ടോബറിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള വീട് എടുക്കുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുന്നത് പുല്ല് വെട്ടി നമ്മുടെ ഊപ്പാട് വരും എന്നാണ്. ശരിക്കും ആലോചിക്കും, ഞങ്ങൾ ഒക്ടോബറിൽ സ്റ്റോപ്പ് ചെയ്തു. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 6 മാസം വരെ ഞങ്ങൾ ഇത് തൊട്ടിട്ടില്ല. കാരണം ഇത് വളരത്തില്ല. പിന്നെ മെയ് ഫസ്റ്റിലാണ് ഞങ്ങളിപ്പം വെട്ടുന്നത്. കാരണം സണ്ണ് വന്നു തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സണ്ണ് വന്നാലും നമുക്ക് പുല്ല് വളരുന്നതിൻ്റെ അത്ര ഒരു ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല, നല്ല കോൾഡ് ആയിരിക്കും. കോൾഡ് ആയതുകൊണ്ട് പുല്ല് ഇങ്ങനെ നിൽക്കും. അപ്പം ലച്ചു ഇവിടെ വേറൊരു പരിപാടി കൊടുത്തിട്ടുണ്ട്. ലച്ചു ഇനിയിപ്പം ഞങ്ങൾ രണ്ടും കൂടെ വെട്ടുന്നത്. അപ്പം എനിക്കിന്ന് നൈറ്റ് ഉണ്ട്. എനിക്കിന്ന് നൈറ്റ് ഉണ്ട്. കുഞ്ഞൂസിനെ ഞങ്ങൾ സ്കൂളിലാക്കിയിട്ട് വെട്ടുവാണ്. ഞങ്ങൾ ഓൾറെഡി ആ സൈഡ് വെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഫസ്റ്റ് വെട്ടലായതുകൊണ്ട് നമ്മൾ ഇച്ചിരി ടൈം എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ എല്ലാം വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിവിടെ പുഷ് ചെയ്യണം. ഇത് നമ്മുടെ ട്രിമ്മറാണ്. സൈഡിലുള്ള നിർത്തി ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സൈഡിലുള്ള പുല്ലൊക്കെ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇത് പെട്രോളിൽ വർക്ക് ചെയ്യുന്നതാണ്. ലച്ചു, ഈ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? അയർലൻഡിലെ ഒരു പണിക്കാരിയായി അല്ലേ? ചെയ്തോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വെട്ടാനുണ്ട്. പിന്നെ നമ്മൾ സമയം ഉണ്ടെങ്കിൽ അവരുടെ പുല്ലൂടെ നമ്മൾ കട്ട് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഈ സൈഡ് പുല്ല് വളർന്ന് കിടക്കുക. പിന്നെ ഇങ്ങനത്തെ പുല്ല് വെട്ടലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഹൗസ് അല്ല ബംഗ്ലാവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലോൺ ഏരിയ ഉള്ള വീടുകൾ എടുക്കരുത്. കാരണം ഇത് പിന്നെ ആരെങ്കിലും വെച്ച് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അതിനൊക്കെ വെറുതെ ചിലവുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഹൗസസ് എടുക്കാത്തതാണ് അയർലൻഡിൽ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓസ്ട്രേലിയയെക്കുറിച്ച് 2-3 വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് വീഡിയോസ്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവർക്ക് ഓസ്ട്രേലിയയെക്കുറിച്ച് തോന്നിയ കുറച്ച് കാര്യങ്ങളും, പിന്നെ നീ ഇങ്ങനെ കുറച്ച് വീഡിയോ ഇട്, ആൾക്കാർക്ക് അവയർനെസ്സിന് വേണ്ടി കുറച്ച് വീഡിയോ ഇട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ കുറച്ച് അപ്ഡേറ്റ് ചെയ്തതാണ്. കാരണം എല്ലാവരും ഓസ്ട്രേലിയയിലെ പോസിറ്റീവ് സൈഡ് മാത്രം പ്രൊമോട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അവിടെയുള്ള യൂട്യൂബേഴ്സും അതുപോലെ ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഓസ്ട്രേലിയ ഭയങ്കര ഇതാണ്, ഇവിടെ വന്നാൽ എല്ലാം അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ പോസിറ്റീവ്സ് മാത്രം പ്രൊമോട്ട് ചെയ്യണം. ആരും നെഗറ്റീവ്സ്, കുറച്ചൊക്കെ ഓസ്ട്രേലിയക്ക് നെഗറ്റീവ്സ് ഉണ്ട്, അതാരും കറക്റ്റായിട്ട് പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ 2 വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു. പിന്നെ അതുപോലെ ഇനിയും വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഇത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറേ ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ ഡബിൾ മൈൻഡഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണോ പോണ്ടയോ എന്നുള്ളത്.
അപ്പോൾ അവർ ഒരു പ്രത്യേക സിറ്റുവേഷനിലായിരിക്കും അവർ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ പോയേക്കാം. എന്നാൽ അയർലൻഡിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ്. അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഡിസിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് കറക്റ്റ് അവിടെ ഉള്ള ഒരാൾക്കാരും പറഞ്ഞു കൊടുക്കുന്നില്ല, അതുപോലെ ഇവിടെ ഉള്ളവരും അവരെ പ്രോപ്പറായിട്ട് റൂട്ട് ചെയ്യുന്നില്ല. അപ്പം കുറേ കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ടും പോസിറ്റീവാണ്. പോസിറ്റീവ് വീഡിയോ ഞാൻ എന്തായാലും ഓസ്ട്രേലിയയെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെറുതെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി നമുക്ക് അവിടെ ജീവിക്കാം എന്നും പറഞ്ഞ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ സെറ്റിൽ ആവാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഏരിയ ആയിരിക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് ഒരുപാട് റീലൊക്കേഷൻ പാക്കേജുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഈ പറഞ്ഞ പോലെ ഐസൊലേറ്റഡ് ഏരിയാസും പിന്നെ അതുപോലെ ഫ്ലഡ് അല്ലെങ്കിൽ ബുഷ് ഫയറിൻ്റെ ഒക്കെ വാണിംഗ് ഉള്ള ഏരിയകളും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഗൂഗിളിലുള്ള പ്രോപ്പർ ഡേറ്റകൾ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ രണ്ട് വീഡിയോ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു. ഇനിയും വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിന് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് പലരും എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എനിക്കിപ്പോൾ ആൾക്കാർ എവിടെ പോയാലും നമ്മളുടെ ലൈഫിൽ അതിനെ ഒന്നും ബാധിക്കത്തില്ല. കാരണം നമ്മളിവിടെ അയർലൻഡിൽ സെറ്റിൽ ആവാൻ വന്നവരാണ്. ഞങ്ങളിവിടെ തന്നെ നല്ലൊരു രീതിയിൽ ഒരു വീടൊക്കെ എടുത്ത് ഞങ്ങളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ലൈഫ് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഇവിടെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ഡിസിഷനെല്ലാം പ്രോപ്പറായിട്ട് ദൈവം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഓസ്ട്രേലിയയിൽ ആര് മൂവ് ചെയ്യുന്നോ, ഓസ്ട്രേലിയയിൽ ആര് പോകുന്നില്ലെന്നോ അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. പക്ഷേ അറിവുകൾ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്തപ്പം പല ആൾക്കാരും എന്നെക്കുറിച്ച് വിചാരിച്ചേക്കുന്നത് ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല, ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, ആൾക്കാർ ഇവിടുന്ന് പോകുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. കാരണം ഞാൻ അയർലൻഡിനെ കുറിച്ചും കറക്റ്റായിട്ട് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വിൻ്റർ ഉള്ള രാജ്യമാണ്. ഇവരെ വിൻ്റർ അല്ലാതെ വന്ന ആൾക്കാർക്ക് വിൻ്റർ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഡിപ്രഷനും കാര്യങ്ങളും അതിനെയൊക്കെ കുറിച്ച് വിൻ്ററിനെ കുറിച്ച് അധികം അറിയാത്ത ആൾക്കാർ കയറി വന്നിട്ട് ഇവിടെ തണുത്ത ക്ലൈമറ്റ് കാണുമ്പോൾ അയ്യോ ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ ഒരു പെട്ടെന്നുള്ളൊരു ഇത് വരുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പ്രോപ്പർ ഇൻഫർമേഷൻസ് എടുത്ത് വീഡിയോ ചെയ്തതാണ് ഈ ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ക്ലാരിറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ആര് മൂവ് ചെയ്താലും ഇല്ലേലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അതിനകത്ത് നമുക്കുള്ളൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇൻഫർമേഷൻ വീഡിയോസ് ഞാൻ ഓസ്ട്രേലിയയെക്കുറിച്ച് ഇട്ടത് അത് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്തിട്ട് അതിനെക്കുറിച്ച് അവെയർ ആവാൻ വേണ്ടി മാത്രമാണ്. അതിനെക്കുറിച്ച് പേടിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയാൽ ജീവിതം പെട്ടുപോകും എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷനൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് മാറുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇനി ഓസ്ട്രേലിയയെക്കുറിച്ച് ഞാൻ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും ഏജൻസി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അവരെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അങ്ങനൊരു വീഡിയോസോ കാര്യങ്ങളോ എനിക്ക് ട്രസ്റ്റ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരെയൊക്കെ ഞാൻ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് ആരും പോകാതിരിക്കുമോ എന്നുള്ളത് വെച്ചിട്ട് നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരെ എന്ന് വെച്ചാൽ ഞാൻ ഓരോ ഇവൻറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ വരെ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ നമ്മളെ കാണുമ്പം ഒരു തോന്നൽ കാണും ഇവർക്ക് ഓസ്ട്രേലിയയിൽ മൂവ് ചെയ്യുന്നത് താല്പര്യമില്ല. അപ്പോൾ അവർ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും അവർക്ക് അത്ര വലിയ താല്പര്യമില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ക്ലാരിറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്, നമുക്ക് ആര് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്താലും അല്ലെങ്കിൽ ഇവിടെ അയർലൻഡിൽ സെറ്റിലായാലും അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സുള്ള സ്ഥലങ്ങളിലോട്ട് വേറൊരിടത്തോട്ട് മൂവ് ചെയ്താലും നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു ഇതും അല്ല. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരും ജീവിക്കുന്ന അവരുടെ ലൈഫാണ്. അവർക്ക് ഇഷ്ടമുള്ള ഡിസിഷൻസ് എടുക്കാം. പിന്നെ ഇൻഫർമേഷൻസ് വരുമ്പം നിങ്ങളത് പ്രോപ്പറായിട്ട് എടുത്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലാതെ നിങ്ങൾക്ക് ആ താല്പര്യം വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് കറക്റ്റ് തോന്നിയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഏജൻസി നിങ്ങളെ ക്യാൻവാസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ക്യാൻവാസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയാണെന്നുള്ള സോഷ്യൽ മീഡിയയിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടോ ഒന്നും എടുക്കാതെ നിങ്ങളായിട്ട് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് പോകാൻ വേണ്ടി മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. കാരണം ലച്ചുവിൻ്റെ ആ മെഷീൻ്റെ ഇത് ഭയങ്കര നോയ്സ് കേട്ടോ. അപ്പം വീഡിയോയിൽ ഭയങ്കരമായിട്ട് അത് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ റീസെൻ്റ്ലി UK എന്നൊരു ഫാമിലി മൂവ് ചെയ്തിട്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി. അവർ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബിയോണ്ട് ബോർഡേഴ്സ് അങ്ങനെ എന്തോ ആണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്.
അപ്പോൾ അവരും ഓസ്ട്രേലിയയെക്കുറിച്ചൊരു അവരും കുറച്ച് പ്രോപ്പറായിട്ട് ജെനുവിനായിട്ട് ഇത് ചെയ്യുന്ന എന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലൊരു പ്രോപ്പർ ഒരു കാര്യം അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഓസ്ട്രേലിയയിലെ ഒരു പ്ലേസിൽ പോയിട്ട് അവർക്കൊരു വീട് എംപ്ലോയർ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട് കുറേ നാളായിട്ട് പൂട്ടിക്കിടന്ന വീടോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് ആ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും അവർ 1.5 മാസത്തിനുള്ളിൽ ഒരു 5 പാമ്പുകളെ അവർ കാണാനിടയായി. പിന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെയൊക്കെ അടുത്തൊക്കെ പാമ്പ് വന്നിരിക്കുകയും ഇവർ ഇറങ്ങുമ്പോഴത്തേക്കും അതിനെ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിലൂടെ. അപ്പോൾ അവരത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഷെയർ ചെയ്തത്. അപ്പം യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടേക്കുന്നൊരു വീഡിയോ അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് പറയുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ പക്ഷേ അത് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് അവർ എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് ഈ വീട് പറ്റത്തില്ല കാരണം ഇവിടെ മൊത്തം പാമ്പുകളാണ് എന്നുള്ള രീതിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ എംപ്ലോയർ അവരൊക്കെ എന്തായാലും വേറൊരു വീട് മാറ്റി കൊടുക്കുകയും ചെയ്തു. അവരിപ്പോൾ റെൻറ്റിന് വേറെ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ 3 മാസത്തെ ഡ്യൂറേഷനോ എന്തോ കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് അവർ വീട് റെൻ്റ് എടുത്ത് മാറുകയും ചെയ്തു. പക്ഷേ ആ ചാനലിൽ അവർ പ്രോപ്പറായിട്ട് ഇവിടെ പാമ്പുകളുണ്ട് എന്നുള്ള രീതിയിൽ അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വരെ നെഗറ്റീവായിട്ടാണ് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ വീഡിയോയ്ക്ക് എടുത്തത്. കാരണം ഒരുപാട് കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ ഓസ്ട്രേലിയയെക്കുറിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പടർത്തുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓസ്ട്രേലിയയെക്കുറിച്ച് പറയുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാരെ മൂവ് ചെയ്യാനിരിക്കുന്നവരെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പോയിന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൽ അവർ ശരിക്ക് അവരുടെ സിൻസിയറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. ചില ഏരിയകളിൽ ഓസ്ട്രേലിയയിൽ പാമ്പ് കൂടുതലാണ്. അപ്പം അത് അങ്ങനെ ഉണ്ടായിട്ട് പോലും അവിടെ പാമ്പ് കടി അടിച്ചിട്ട് അധികം ആൾക്കാർ മരിക്കുന്നതൊന്നുമില്ല. അപ്പം അതിനെ ഒരു പോസിറ്റീവായിട്ട് വ്യൂവേഴ്സ് എടുക്കാതെ നെഗറ്റീവായിട്ട് എടുത്തിട്ടാണ് അതിനെതിരെ ആ ഒരു അവരുടെ ഒരു മൈൻഡ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ 2 വീഡിയോ ഇട്ടപ്പോഴും എനിക്കും തോന്നിയത്. കാരണം ഞാൻ ഒരു വീഡിയോ ഇട്ടത് വെള്ളപ്പൊക്കത്തിനെ കുറിച്ചും അവിടുത്തെ ആ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺസിനെയൊക്കെ കുറിച്ചിട്ടുള്ള അത് എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഏരിയയെക്കുറിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ഒരു വീഡിയോ ഇട്ടത് ബുഷ് ഫയറിനെ കുറിച്ചാണ്. ബുഷ് ഫയർ അവിടെ ഒരു സീരിയസ് റീസൺ തന്നെയാണ്. നിങ്ങൾ വീട് വാങ്ങി സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും ചില ഏരിയയിൽ പോകുമ്പം ബുഷ് ഫയറിൻ്റെ മാപ്പ് നോക്കണം, അല്ലെങ്കിൽ ബുഷ് ഫയർ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഏരിയ ആണോ എന്ന് നോക്കണം. അതുപോലെ വെള്ളപ്പൊക്കവും ട്രോപ്പിക്കൽ സൈക്ലോണും ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയ ആണെന്ന് നോക്കണം. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട് വരെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു GCCയുടെ പോലെ ഹോട്ടായിട്ടുള്ളൊരു വെതറും അങ്ങനെ കംപ്ലീറ്റ്ലി ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് വിത്തിൻ ഇത്ര ഇയറിനുള്ളിൽ എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലവും ഈ ഒരു ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കൺസിഡർ ചെയ്യണം എന്നാണ് ഞാൻ ആ വീഡിയോയിലും, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്ത് പോകുമ്പം നിങ്ങൾ ലോങ് ടൈം ആയിട്ട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെറ്റിൽ ആവാൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ 2 വീഡിയോസും എല്ലാം ഞാൻ ഇട്ടത്. പക്ഷേ എനിക്കും ഉണ്ടായത് ഈ സെയിം അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടാണ് എടുത്തത്. കാരണം ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെ പേടിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാരോട് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു ഇത് എനിക്കുണ്ടെന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നതിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് വറി ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പല ആൾക്കാരും എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇനി ഓസ്ട്രേലിയയെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഞാനൊരു ഓസ്ട്രേലിയയെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ കുറിച്ച് സഹായിക്കുന്ന രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോസും ഓസ്ട്രേലിയയെക്കുറിച്ചോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതെൻ്റെ പേഴ്സണൽ ഡിസിഷനാണ്. അയർലൻഡിനെ കുറിച്ച് നല്ല രീതിയിൽ, അത് ഓഫ് കോഴ്സ് നമ്മൾ അയർലൻഡിൽ താമസിക്കുന്നതുകൊണ്ട് അയർലൻഡിനെ കുറിച്ച് എൻ്റേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതും ഞങ്ങളുടെ ലൈഫും അതിനെക്കുറിച്ചിട്ടുള്ള മാക്സിമം വീഡിയോസും നമ്മൾ എന്തായാലും ഇനി മെയ് മാസം മുതൽ ഇനി അങ്ങോട്ട് പോകും. അതുപോലെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടന്റുകളോ കാര്യങ്ങളോ എനിക്ക് കിട്ടുവാണെങ്കിൽ അതും ഞാൻ എന്തായാലും എൻ്റെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് പറയാനാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ പുല്ല് വെട്ടുവാണ്. ഇനി ഞങ്ങൾക്ക് പുല്ല് വെട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഓസ്ട്രേലിയയെക്കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും എൻ്റെ സൈഡിൽ നിന്ന് ഇനി ഉണ്ടാകത്തില്ല. പോകാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. അവർ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിന് ആപ്റ്റായിട്ടുള്ള ഡിസിഷൻ ആണെങ്കിൽ അവരെന്തായാലും എടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പോകുന്നവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. അതുപോലെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും എനിക്ക് ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ സഹായിക്കാനുള്ള എന്തെങ്കിലും കിട്ടുവാണെങ്കിലോ, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് എനിക്ക് എന്തായാലും ഓസ്ട്രേലിയയെക്കുറിച്ച് ഒരെണ്ണം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. അത് എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എന്തായാലും ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇനി മുതൽ ഓസ്ട്രേലിയൻ വീഡിയോസ് നെഗറ്റീവ് തോന്നിക്കുന്ന ഒരു വീഡിയോസും എൻ്റെ ചാനലിൽ ഉണ്ടാകത്തില്ല കേട്ടോ. എന്ത്? അയ്യോ, പെട്രോൾ തീർന്നോ? ഫ്രണ്ട്സ്, ഇവിടെ പ്രോപ്പർ സമ്മർ തുടങ്ങിയിട്ടില്ല കേട്ടോ. എന്നാൽ പോലും ഇവിടെ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്.
നല്ല ചൂട്. നല്ല ചൂടുണ്ട്. പ്രോപ്പർ സമ്മർ ശരിക്കും എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ തോന്നല്ലേ? അടുത്ത ആഴ്ചയൊക്കെ നല്ല വെതർ. ശരി. ഇതിനകത്ത് പെട്രോൾ തീർന്നു, പെട്രോൾ ഒഴിക്കുകയാണ്. അപ്പോൾ പെട്രോൾ പ്ലസ് ഓയിൽ മിക്സ് ചെയ്ത് വേണം ഒഴിക്കാൻ കേട്ടോ. ഏത് ഇതിലാ? 40:1 എന്നുള്ള റേഷ്യോ ആണ്. പ്രോക്കറ്റില്ല. പക്ഷെ മറ്റേല് നമ്മൾ സെപ്പറേറ്റ് അല്ലേ ഒഴിക്കുന്നത്? മറ്റേത് ഓയിൽ സെപ്പറേറ്റും, ലോൺ മോവറിൽ നമ്മൾ ഓയിൽ സെപ്പറേറ്റും പെട്രോൾ സെപ്പറേറ്റ്, രണ്ടിന് 2 ടാങ്ക് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് തന്നെ ഓയിൽ മിക്സ് ചെയ്യണം. 2 സ്ട്രോക്ക് ഓയിലാണ്. അത് ഓയിലാ? ഇച്ചിരി ഒഴിച്ചാൽ മതി. ഇച്ചിരി മതി. അതെന്താ അങ്ങനെ ഒഴിക്കുന്നത്? അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. ലച്ചു, നമ്മൾ ഈ പുല്ല് വെട്ടുന്നതിനെ കുറിച്ച് ഇപ്പം എന്താണ് പറയാനുള്ളത്? ഇത് പുല്ല് വെട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണോ അതോ? അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വിഷുവും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പുല്ല് വെട്ടാൻ ഒരു ഫാമിലി ടൈം അല്ല, ഒരു ഫൺ ടൈം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതിൽ പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല. പിന്നെ മെയിൻ ഇത് ചിലപ്പോൾ ഇത് വളർന്നു കഴിയുമ്പോൾ വെതറിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ നന്നായിട്ട് വളരും. രണ്ടുപേരുടെ കൂടി കഴിഞ്ഞ് സുഖമായിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ചിലർക്ക് പക്ഷേ പുല്ല് വെട്ടുന്നത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുന്നവരുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ റോബോട്ടിനെ വാങ്ങി വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ചെറിയ പൈസ കൊടുത്താൽ തന്നെ വന്ന് വെട്ടി തരുന്നവരുണ്ട്. അങ്ങനെ വേണേലും ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, അവിടെ വെട്ടുമ്പം കണ്ടോ നല്ല പരവതാനി വിരിച്ച പോലെ കിടക്കുന്നത്. ഈ ഏരിയ നമ്മൾ വെട്ടാത്തത് കൊണ്ട് ഈ ഏരിയ ഒരുമാതിരി കിടക്കുക. ഇനിയിപ്പോൾ ഇത് വെട്ടി ലെവലാക്കണം. പിന്നെ ഞങ്ങളുടെ പുല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കുറച്ച് കളകളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കുള്ള പുല്ല് ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടയ്ക്ക് കളകളൊന്നും വരത്തില്ല. അവർ പ്രോപ്പറായിട്ട് പുല്ല് മാത്രമായിട്ട് കിടക്കും. പക്ഷേ നമ്മുടെ ഇപ്പം ഈ മഴവെള്ളമൊക്കെ ഒലിച്ച് പലതിൻ്റെയും വിത്തുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അത് വെട്ടുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ ആ ഒരു ഇതുപോലെ തന്നെ ഇരിക്കും, പരവതാനി പോലെ തന്നെ. അറിയത്തില്ല, കളകളൊക്കെ ഉള്ളത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്തതും കൂടെ വെട്ടാം. പിന്നെ കുഞ്ഞൂസിനെ വിളിച്ചുകൊണ്ട് വരാൻ സമയമായി. ഫ്രണ്ട്സ്, നമ്മളിവിടെ പുല്ലൊക്കെ വെട്ടി ഫുള്ള് ക്ലീനായി കേട്ടോ. അതാ നോക്കിയേ, അവിടെ 2 സ്ഥലത്തും അടിപൊളിയായിട്ട് ക്ലീനപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതേ ലച്ചു ഇനി അവിടെ അവരുടെ നൈബറിൻ്റെ പുല്ല് വെട്ടുവാണ്. അപ്പം ഞങ്ങളിവിടെ ചായയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുക. ലച്ചു പുല്ല് വെട്ടി കഴിയുമ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ ലച്ചു ഞാനിവിടെ ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി. ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം. കുഞ്ഞൂസ് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട്, കുഞ്ഞൂസ് എന്ത് കഴിക്കുന്നത്? ന്യൂട്ടല്ല കഴിക്കുക. കുഞ്ഞൂസിന് ന്യൂട്ടല്ല വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഇച്ചിരി ന്യൂട്ടല്ല കഴിക്കാൻ വേണ്ടി കൊടുത്തതാണേ. മതി, ഒള്ളി വണ്ണൂടെ. ഒള്ളി വണ്ണൂടെ മതി. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം, ഇനിയിപ്പം 2 മണിയായതേ ഉള്ളൂ, കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ എന്തായാലും നമ്മുടെ പുല്ലുവെട്ടലും പരിപാടികളൊക്കെ തീർന്നു. ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കണം. ഇപ്പോൾ സമ്മറായി വരുന്നത് കൊണ്ട് സൺലൈറ്റ് വരുന്നതിനനുസരിച്ച് പുല്ല് പെട്ടെന്ന് വളരും കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം വെട്ടിയിട്ട് പിന്നെ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വേസ്റ്റ് ഉണ്ടാകത്തില്ല. ആദ്യം വെട്ട് മാത്രമേ കുറച്ച് ഹെവി ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ വളർന്ന് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റി പുല്ല് വെട്ടി വേസ്റ്റ് ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റേണ്ട ഫ്രീക്വൻസി കുറയും. റെഗുലറായിട്ട് വെട്ടി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നാക്കെന്നുള്ളത്, ഒരു ടിപ്പെന്നുള്ളത്. അങ്ങനെ ആകുമ്പം വേസ്റ്റേജും കുറവായിരിക്കും. നമ്മളുടെ ഫ്രണ്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞിങ്ങനെ ഗ്രീൻ കാർപ്പറ്റ് പുതച്ച പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ. നല്ല രസം അത് കാണാൻ.